മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഇതെപ്പോ വന്നു? ഞാനിവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആണോ? കാണാത്തതുകൊണ്ട് അമ്പലത്തിന് പിന്നിലുള്ള അമ്പാടി വീട് കണ്ടുപിടിക്കാന്ന് ഓർക്കായിരുന്നു. ആഹാ, വീടിന്റെ പേരൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അമ്മ ഗുരുവാർക്ക് പോയോ? ആ, പോയി. ഒറ്റയ്ക്ക് പോയോ? അമ്പലത്തിലെ ചില കൂട്ടുകാരൊക്കെ കൂടിയാ പോയിരിക്കുന്നേ. അമ്മയ്ക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. പോയിട്ട് വരട്ടെ. ആ ദേ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, പായസം? ആ, കഴിക്കാലോ. ദാ അവിടേക്ക് ഇരിക്കാം. ഏയ്, സ്പൂണൊന്നും വേണ്ടെന്നേ. ദേ ഇതിലങ്ങ് ഒഴിച്ചാ മതി. ഒഴിക്ക. നന്നായിട്ടുണ്ട് കേട്ടോ. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അതേ രുചി. മീരയുടെ പ്രിപ്പറേഷൻ ആണോ? ആ അതെ, നന്നായിട്ടുണ്ട്. ഇഷ്ടാവൂന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. മീര വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കിയ പായസമല്ലേ, പിന്നെ എങ്ങനെ മോശമാവും? ഈ ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമായിരുന്നു ഈ പായസം. താങ്ക്സ് മുകുന്ദേട്ടാ. പായസം ഇഷ്ടായിന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷായി. ആ, എന്നാ ഇനി വീട്ടിലേക്ക് പൊക്കോളൂ. ഓണമായിട്ട് ഇവിടെ നിൽക്കണ്ട. വീട്ടിലെല്ലാവരുടെയും കൂടെ ഓണം ആഘോഷിച്ചോളൂ. കുറച്ചുകൂടി തരട്ടെ? സന്തോഷമായി. തിരുവോണമായിട്ട് മനസ്സും വയറും നിറഞ്ഞു. ആന്റി ഇപ്പൊ തന്നെ പോകുന്നതിന്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. പോണം മോളെ. എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്. അതറിയാവുന്നോണ്ടാ ഞാൻ ചേച്ചിയെ തടയാഞ്ഞത്. അല്ലെങ്കിൽ തനിച്ച് ഇത്രയും ദൂരം വിടില്ലായിരുന്നു. അതിന് ഞാൻ തനിച്ചല്ലല്ലോ മാധവി. ഡൽഹിയിലെ എയർപോർട്ടിൽ നമ്മുടെ സുധാകരന്റെ മോൻ സന്തോഷം ഉണ്ടാകും. പിന്നെന്താ? പിന്നീടുള്ള യാത്രയിൽ എന്നെപ്പോലെ വേറെ ആളുകളുണ്ടല്ലോ. ഞാൻ സന്തോഷം വിളിച്ചിരുന്നു. അവൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കോളൂ. ആ, പിന്നെന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നേ? വിഘ്നേഷിനെ കണ്ട് യാത്ര പറയാൻ പറ്റാത്തതിലുള്ള സങ്കടമേ ഉള്ളൂ. അഭിരാമി അവനോട് പ്രത്യേകിച്ച് പറയണം. പറയാൻറ്റി, വിഘ്നേശ്വരൻ ഇന്ന് കമ്പനിയിൽ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. അവർക്കവിടെ എല്ലാവരും ഒത്ത് ഓണസദ്യയുണ്ട്. അത് സാരമില്ല. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവന്റെ സാഹചര്യം മോള് വേണം മനസ്സിലാക്കാൻ. ആ പിന്നെ മാധവി, ക്ഷേത്രത്തിന്റെ ജോലികൾ ഇനി വൈകാതെ തുടങ്ങണം. അവിടെ പ്രതിഷ്ഠിക്കാൻ ലക്ഷണമൊത്തൊരു വിഗ്രഹം തന്നെ വാങ്ങണം. ശരി ചേച്ചി. ക്ഷേത്രത്തിന്റെ ഒരു കാര്യത്തിലും യാതൊരു കുറവും വരുത്തില്ല. ആ കാര്യത്തിൽ ചേച്ചിക്ക് ടെൻഷൻ വേണ്ട. ആദർശേ,
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ നന്നായി ആലോചിക്കണം. ഒന്നും വൈകിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആന്റി സമാധാനമായിട്ട് പോയിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലേക്കാ ഞാൻ പോകുന്നത്. ഭഗവാന്റെ സന്നിധിയിൽ എത്തിയാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കും. അത് ഞങ്ങൾക്കറിയാം ചേച്ചി. ഈ വീടിന്റെ ഗ്രഹനാഥയാണ് ചേച്ചി. അങ്ങനെയാ ഞങ്ങൾ ഓരോരുത്തരും ചേച്ചിയെ കാണുന്നത്. അതെ ആന്റി, ഈ 3 മാസം 3 ദിവസം പോലെ കടന്നു പോകാനാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സും പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. ആ സമയായി, നമുക്കിറങ്ങാം. ആ എങ്കിൽ പിന്നെ പോയിട്ട് വരട്ടെ. ആരോഗ്യം ശ്രദ്ധിക്കണം. സമയത്ത് ഭക്ഷണവും കഴിക്കണം. വിശപ്പില്ല എന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ശരി. പോവാം. ഹലോ, ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയായിരുന്നു? വിളിക്കാൻ ലേറ്റായപ്പോൾ ഞാൻ കരുതി ഇന്നിനെ അയാളെങ്ങനെ ലീവ് എടുത്തു വന്നു. ലീവ് എടുത്തിരുന്ന് ഇന്ന് എൻ്റെ പണി പാളിയാനാ. 2 മിനിറ്റ് താമസിച്ചാലും ഞാൻ ടെൻഷനാവില്ലേ? ഇപ്പൊ കോൾ വരുന്ന നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇങ്ങ് വാടാ. എന്താണ്? അതെ, അതൊരു അവിഹിത കോളാ, സമയമെടുക്കും. അയാളെ തിരിച്ചു വരും മുമ്പ് നമുക്ക് സാധനം എടുക്കണം. നീ ഇവിടെ നിൽക്കണം. ആ പോലീസുകാരൻ തിരിച്ചു വന്നാ നീ എന്തെങ്കിലും ചെയ്ത് അയാൾ ഇവിടുന്ന് മാറ്റണം. ഞാനെങ്ങനെ മാറ്റണം അണ്ണാ? അയാളെ ചീത്ത വിളിച്ചിട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിയാൽ മതിയടാ. എന്ത് ചീത്ത വിളിക്കാൻ? എടാ, ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുമല്ലേ? അതും പറഞ്ഞ് 2 ചീത്ത വിളിക്കണം. കല്ലെറിയുമ്പം നോവുന്ന രീതിയിൽ എറിയണം. ശരിയാണോ? ആ, എന്നാ ഞാൻ പോയിട്ട് വരാം. പോട്ടെ.
കിട്ടിയോ അണ്ണാ? കിട്ടി വാപ്പോ. ഒരുപാട് സന്തോഷമായി മോനെ. ഇന്നലെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ സന്തോഷമായ കുറച്ച് നിമിഷങ്ങൾ എനിക്ക് നഷ്ടമായേനെ. മുത്തശ്ശൻ്റെ ഈ സന്തോഷം കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു അവസരം ഉണ്ടാകാൻ കാരണം ഞാൻ കൂടെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അതെ, സത്യത്തിൽ നീ ഭാഗ്യം ചെയ്തവനാ. ഇത്രയ്ക്കും നല്ലൊരു അച്ഛനെയും അനിയത്തിയല്ലേ മോന് കിട്ടിയത്. പക്ഷെ മുത്തശ്ശ, പലപ്പോഴും ഞാൻ ഇവരുടെ ഒന്നും വില മനസ്സിലാക്കിയിരുന്നില്ല. ഹരിയച്ചൻ എൻ്റെ അമ്മയെ കരുതി എന്നോട് പറഞ്ഞ പലതും ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കാറില്ലായിരുന്നു. അങ്ങനെ പാടില്ല മോനെ. അവരൊരിക്കലും ആരുടെയും ദോഷം ആഗ്രഹിക്കില്ല. മറ്റുള്ളവർക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്രയും നന്നായിട്ടും സ്നേഹത്തോടെയും ആരോടും പെരുമാറാനും സാധിക്കില്ല. ഹരി എനിക്ക് ആ ഓണക്കോടി വാങ്ങി തന്നപ്പോ സന്തോഷം കൊണ്ട് എൻ്റെ നെഞ്ചു പിടയ്ക്കുകയായിരുന്നു. ഹരിയച്ചൻ ഇങ്ങനെ ഒരു സമ്മാനം കരുതി വെക്കുമെന്ന് ഞാനും ചിന്തിച്ചില്ല മുത്തശ്ശ. എന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടു തന്നെയാ ഹരി എനിക്കത് സമ്മാനിച്ചത്. മീരമോളും എന്നെ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനത്താ കാണുന്നത്. പക്ഷെ ഞാൻ ആ കുട്ടിയെ ഇന്ന് വരെ ആ കണ്ണിലൂടെ കണ്ടിട്ടില്ല. നിനക്കും ബീനയ്ക്കും ഓണക്കോടി എടുത്തു തന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ ഓർത്തില്ല. അതൊന്നും സാരല്ല മുത്തശ്ശ. എന്നാലും മോനെ, ആ കുട്ടിയോട് വലിയൊരു ദ്രോഹമല്ലേ നമ്മൾ ചെയ്തത്. അവരെ നേരിൽ കണ്ടത് മുതൽ ആ കുറ്റബോധം എനിക്ക് സമാധാനം തരുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ദുഃഖിച്ചതുകൊണ്ട് ചെയ്തു പോയ തെറ്റ് നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. മീരയും ഹരിയച്ചനും അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാ, അല്ലെങ്കിൽ എല്ലാം ഏറ്റുപറഞ്ഞ് പിടികൊടുത്താലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചതാ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അത് നിന്നെയും ബീനയും ബാധിക്കും. അതുകൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇനി ഈ ആയുസ് മുഴുവൻ ഈ വേദനയും കൊണ്ട് നടക്കാനേ എനിക്ക് സാധിക്കൂ. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ വേദനിപ്പിക്കാതെ. ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. മനുവിൻ്റെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി മനസ്സിനൊരു സമാധാനവും കിട്ടിയിട്ടില്ല. മോനെ, നീ വിഷമിക്കണ്ട. എൻ്റെ മോന് ദോഷം വരുന്നതൊന്നും ഈ മുത്തശ്ശൻ ചെയ്യില്ല. ഇത്രയും നാളും എനിക്കാരും ഇല്ലല്ലോ എന്നൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അതുണ്ടാവില്ല. എനിക്ക് കൊച്ചുമോൻ മാത്രമല്ലല്ലോ, കൊച്ചുമകളും മകനും എല്ലാം ഉണ്ട്. രക്തബന്ധം കൊണ്ട് മാത്രം ബന്ധുക്കളാകണമെന്നില്ലല്ലോ. മനസ്സുകൊണ്ട് ഹരിയും മീരയും എനിക്കൊരു അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും സ്ഥാനം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇനി അവരെ അങ്ങനെയേ കാണൂ. ഇനിയുള്ള എൻ്റെ ജീവിതകാലത്ത് ഓർത്ത് സന്തോഷിക്കാൻ സന്തോഷമുള്ള ഒരുപാട് ഓർമ്മകൾ കിട്ടിയടാ. അത് മതിയടാ മോനെ എനിക്ക്. മുത്തശ്ശൻ ഇനി എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. അത് വേണ്ട മോനെ, അത് ശരിയാവില്ല. ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നതിന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. മോൻ എന്താവശ്യമുണ്ടെങ്കിലും വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. അത് മതി. എല്ലാം മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ. ഞാനായിട്ട് ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ആ പാവം കുട്ടിയോട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാ ആ വിഗ്രഹം മോഷ്ടിച്ചത്. മനസ്സിലെ സങ്കടം ഒളിപ്പിച്ച് വെച്ച് ചിരിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മീരമോള് പാടുപെടുന്നത് കണ്ടപ്പോ ശരിക്കും മനസ്സിലൊരു നീറ്റല് പോലെയാ തോന്നിയത്. ഇനിയുള്ള എൻ്റെ ജീവിതം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി മീരമോളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും. അതാണ് എൻ്റെ തീരുമാനം. പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ്. ഒരു ക്ഷേത്രം പൂജകളില്ലാതെ അടഞ്ഞു കിടക്കുന്നത് അത്ര നല്ലതല്ല. 50 വർഷത്തിൽ കൂടുതലായിട്ട് അവിടെ ആ അവസ്ഥയാണ്. പഴയ വിഗ്രഹം തിരിച്ചു കിട്ടിയപ്പോൾ സ്ഥലം നമ്മുടെ കയ്യിലല്ലായിരുന്നത് കൊണ്ടും അതിൻ്റെ ഉടമസ്ഥർ ആരായിരുന്നു എന്നറിയാതിരുന്നതുകൊണ്ടും ക്ഷേത്രത്തിൽ തിരിച്ച് പ്രതിഷ്ഠിക്കണം എന്ന് ചിന്തിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അതെ, ഇതിപ്പോ കോടതിയിൽ നിന്ന് വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയാ പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചതും അമ്പലം തിരക്കി കണ്ടുപിടിച്ചതുമെല്ലാം. വർഷങ്ങളായിട്ട് ആ സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഓരോന്നും സംഭവിക്കേണ്ടത് എപ്പോഴാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ കൺമുന്നിലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യില്ല. ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് സമയമായി.
അതാണ് നിങ്ങൾ പഴയ വിഗ്രഹം നഷ്ടപ്പെട്ടിട്ടും പുതിയത് വെച്ച് പ്രതിഷ്ഠ നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. അതെ, അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളും കരുതുന്നേ. ഇനി നമുക്ക് പുതിയ വിഗ്രഹം എവിടെ നിന്ന് വാങ്ങാമെന്ന് തീരുമാനിക്കാം. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഞങ്ങളങ്ങനെയൊന്നും കരുതിയില്ല. പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചാലോ എന്നുള്ള ചിന്ത തന്നെ ആദ്യം വന്നത് ആദർശിന്റെ ഒക്കെ ഭാഗത്ത് നിന്നാ. ആദർശും മാധവി മാഡവും ആദർശിന്റെ അമ്മ അക്കാര്യം ഞങ്ങളോട് പറഞ്ഞതും അത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാ തിരുമേനിയെ കണ്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചതും. തിരുമേനി കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ടുള്ള ആളാ. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. തിരുമേനി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. അതാണ് ഞങ്ങളുടെ തീരുമാനം. പുതിയ വിഗ്രഹം എവിടെ നിന്ന് വാങ്ങണമെന്നൊക്കെ തിരുമേനി തന്നെ പറഞ്ഞാൽ മതി. സത്യത്തിൽ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കൃഷ്ണകുർത്തി സ്ഥലം അച്ഛനായിട്ട് വാങ്ങിയതാ. അവിടെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ ആ സമയം തൊട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാ. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എല്ലാ പ്രാവശ്യവും ആ പ്രോജക്റ്റുകളൊക്കെ മുടങ്ങിപ്പോവും. മറ്റ് തിരക്കുകൾക്കിടയിൽ ഞങ്ങളത് മറക്കുകയും ചെയ്യും. ഇടയ്ക്ക് പിന്നെ ആ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ശ്രമങ്ങൾ ആരംഭിക്കും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് കമ്പനിയുടെ പ്രോജക്റ്റുകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പഴയ ക്ഷേത്രം അവിടെ കാണുമായിരുന്നില്ല. അവിടെ വീണ്ടും പ്രതിഷ്ഠ നടത്തണമെന്നും പൂജകൾ വീണ്ടും തുടങ്ങണമെന്നും നിങ്ങളൊക്കെ പരസ്പരം അടുക്കണമെന്നും എല്ലാം വിധിയുണ്ടാവും. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അതുതന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നാൽ ഞങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കോളാം. തഞ്ചാവൂരും കുംഭകോണത്തും പാരമ്പര്യ രീതിയിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളുണ്ട്. തഞ്ചാവൂരെ ഒരു സ്ഥലത്തെ അഡ്രസ് ഞാൻ തരാം. നിങ്ങൾ അവിടെ പോയി നേരിട്ട് സംസാരിച്ച് അവർ തരുന്ന ചിത്രങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരെണ്ണം തിരഞ്ഞെടുത്ത് കൊടുത്താൽ അവർ വിഗ്രഹം ഉണ്ടാക്കി നമുക്ക് എത്തിച്ചു തരും. ശരി, എന്നാൽ അങ്ങനെ ചെയ്യാം. ഇവർക്ക് ആ തഞ്ചാവൂരത്തെ അഡ്രസ്സ് ഒന്ന് കൊടുക്കണം. ശരി തിരുമേനി. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞേക്കാം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ എന്നെ വിളിച്ചാൽ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. ശരി ശരി തിരുമേനി. അമ്മേ, ആദർശിന്റെ തീരുമാനം ശരിയായിരുന്നു. മഹാദേവൻ അങ്കിളിനെ കമ്പനിയിൽ നിന്ന് മാറ്റിയതിൽ പിന്നെ കമ്പനിയിൽ നല്ല മാറ്റമുണ്ടെന്നാ വിഘ്നേഷ് ചേട്ടൻ പറഞ്ഞത്. എന്തു മാറ്റം? കമ്പനിയിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അങ്കിളായിരുന്നു. അവിടെ പലരെയും ബൈപ്പാസ് ചെയ്ത് അങ്കിള് പൈസ വരെ തട്ടിച്ചിരുന്നു എന്നാ അറിയാൻ കഴിഞ്ഞത്. വിശ്വസിച്ചു കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. മഹിയെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയിരുന്നത്. അല്ലെങ്കിലും അമ്മ ഇഷ്ടമുള്ളവരെ അതിരടന്ന് വിശ്വസിക്കും. അതിന്റെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട്. അതുപോലൊരു എടുത്തുചാട്ടം ആണോ മീരയുടെ കാര്യം എന്നാ എന്റെ സംശയം. ഓ, കറങ്ങിത്തിരിഞ്ഞ് നീ അതിലേക്ക് വരുന്നുണ്ടല്ലോ. നിനക്ക് എന്താ അഭി? നമ്മളത് നിശ്ചയിച്ചതുപോലും ഇല്ലല്ലോ. വിവാഹകാര്യത്തെപ്പറ്റി എന്താ തീരുമാനിച്ചത്? ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം വേണം മീരയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ. ഇപ്പൊ അവരുടെ എല്ലാം മനസ്സിൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ. അമ്മ ആദർശിനോട് സംസാരിച്ചോ? അവനെന്തു പറഞ്ഞു? അവന്റെ കാര്യം നിനക്കറിയില്ലേ? ഈ കാര്യത്തിൽ മാത്രം ആദർശിന് ഒരു തീരുമാനവും ഇല്ല. മീരയുടെ അഭിപ്രായം ചോദിക്കാനാ പറയുന്നത്. ഇനി മീരെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അതൊന്നും നോക്കണ്ട. വിസ്മയുടെ കാര്യത്തിൽ അവൻ പൂർണ്ണ സമ്മതം പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ നിശ്ചയത്തിലേക്ക് പോയത്. അതുകൊണ്ട് അറിയേണ്ടത് മീരയുടെ വീട്ടുകാരുടെ അഭിപ്രായമാണ്. ഇനി ഒരിക്കൽ കൂടി ആദർശിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അതിന് വിസ്മയുടെ കാര്യത്തില് അവന് വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. പക്ഷെ മനസ്സുകൊണ്ട് അവൻ വിവാഹത്തിന് തയ്യാറായതല്ലേ. ഇതിപ്പോ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലേ നടക്കാതെ പോയത്. ഇനിയും ആദർശന്റെ സമ്മതം വാങ്ങിയിട്ട് മീരയ്ക്കോ വീട്ടുകാർക്കോ താല്പര്യം ഇല്ലെങ്കിൽ അതവന് വിഷമം ഉണ്ടാക്കില്ലേ? അത് ശരിയാ. വിവാഹം കഴിഞ്ഞ് ജീവിക്കേണ്ടത് അവനാണ്.
അപ്പോ അവന്റെ താല്പര്യത്തിന് തന്നെയാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാര്യവും. ആഘോഷത്തോടെ വിവാഹം നടത്തിയിട്ട് അവർക്ക് പൊരുത്തപ്പെടാനായില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പൊ വിവാഹം വൈകുന്നു എന്ന വേദനയുള്ളൂ, മറ്റേത് അങ്ങനെയല്ലല്ലോ.